ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ, നല്ല സംഭവമാണ്. ഏഷ്യാനെറ്റും ബിഗ് ബോസും നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ അതിമനോഹരമായിട്ട് ജിൻഡോ കളിച്ച് ജയിച്ച രണ്ടു മത്സരങ്ങളും എപ്പിസോഡിൽ നിന്നും പൊക്കിയിരിക്കുകയാണ്. പൊക്കാൻ കാരണങ്ങളൊക്കെ ഉണ്ട്. അവർ വിചാരിച്ച ആൾക്കാരെയൊക്കെ ജയിപ്പിക്കാനാണോ അതോ അവരുടെ മാത്രം കണ്ടന്റുകൾ വെളിയിൽ കൊണ്ടുവരാനാണോ എന്നറിയത്തില്ല. എന്തുവായാലും അവർ വിചാരിച്ചതുപോലെ ജിൻഡോയുടെ കണ്ടന്റുകൾ ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് എന്നുള്ള ഒരു സന്തോഷ വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതുപോലത്തെ ഒരു നാറിയ പണി കാണിക്കല്ലേ ബിഗ് ബോസ്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ കളിയല്ലേ മറ്റേ ഒരു എൻഡൂറിയൻ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ പൂജക്കാര് മണി കെട്ടും, അത് മൊത്തം നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് കാണിച്ചു? ഈ രണ്ട് ടാസ്കിൽ അതിമനോഹരമായിട്ട് കളിച്ച ജിൻഡോയുടെ ഒരു പീസ് പോലും നിങ്ങൾ കാണിക്കാതെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുകയാണ്? കാരണം ഈ എപ്പിസോഡുകൾ കാണുന്നവരാണ് അമ്മമാരും അതുകൊണ്ടൊപ്പം തന്നെ സാധാരണപ്പെട്ട കുറെ ആൾക്കാർ. അവരുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കാതെ നിങ്ങൾ ആരെ വിജയിപ്പിക്കാൻ വേണ്ടി കാണിക്കുക? എനിക്കത് മുട്ടും മനസ്സിലാവുന്നില്ല. കുറെ പ്രേക്ഷകർ എനിക്ക് കമന്റ് ചെയ്തു, ഇതെന്തുവാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ അത്രമാത്രം എഫേർട്ട് എടുത്ത് കളിച്ച ആ ഒരു കളി അതൊന്നും കാണിക്കാതെ നിങ്ങൾ ഈ വേറെ കണ്ടന്റുകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് വളരെ മോശമായി പോയി എന്ന് തന്നെ പറയാനുള്ളൂ. എന്തിന് നിങ്ങളത് മുക്കി? നിങ്ങൾ അത് മുക്കേണ്ട കാരണം എന്തായിരുന്നു? നിങ്ങൾക്ക് സമയമില്ലെന്ന് കണ്ടോണ്ടാണോ? നിങ്ങൾ കുറച്ച് പാർട്സ് കാണിക്കാമല്ലോ, അതാ ജയിച്ചത് കാണിച്ചു പോകാമായിരുന്നല്ലോ. അതുപോലും നിങ്ങൾ ചെയ്തില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു കട്ടിങ് ഒക്കെ ഉണ്ടല്ലോ, കട്ടിങ് എന്ത് പോകണം ജനങ്ങളിലേക്ക്, എന്തു പോകരുത്, ആരെ നെഗറ്റീവ് ആക്കി കാണിക്കണം, ആരെ നല്ലവനാക്കി കാണിക്കണം, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഉള്ളതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്ക് ആദ്യം. ഇത് ചുമ്മാ ലൈവിൽ ഞങ്ങൾ വേറൊരെണ്ണം കാണുന്നു, ഞങ്ങൾ എപ്പിസോഡ് നോക്കുമ്പോൾ ആ സാധനം അവിടെ കാണുന്നില്ല. പല കാര്യങ്ങളും ഉണ്ട്, പല കാര്യങ്ങൾ നിങ്ങളിവിടെ മുക്കുന്നുണ്ട്. സിജോയും ജാസ്മിനും തമ്മിൽ വഴക്കുണ്ടാക്കിയത് തന്നെ മറ്റേ ഇതിനകത്തുനിന്ന് മുക്കിയ ആൾക്കാരാണ്. അങ്ങനെ നോക്കി കഴിയുമ്പോൾ പല കാര്യങ്ങൾ നിങ്ങൾ മുക്കിയിട്ട് നിങ്ങൾ എന്താണോ വേണ്ടിയത്, അതായത് നിങ്ങൾക്ക് കുറെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന ആ പ്രവണത ഉണ്ടല്ലോ. ഇത് ജനങ്ങൾ പൊട്ടന്മാരല്ല, നിങ്ങളിത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ശോഭ കൊണ്ടൊക്കെ നിൽക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ജനങ്ങളെ ചതിച്ചുകൊണ്ടാണ് നിൽക്കരുത്. എപ്പോഴും വന്നിട്ട് പറയും ജനങ്ങളുടെ വോട്ടാണ്, പ്രേക്ഷക വിധിയാണ്, പ്രേക്ഷകരുടെ അതാണ് ഇതാണ് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്നുണ്ടല്ലോ. ഇതൊക്കെ നല്ലതല്ല എന്ന് ഓർത്തുകൊള്ളുക. കാരണം പ്രേക്ഷകരുടെ പിന്തുണ ഇല്ലാതെ നിങ്ങൾ ഈ ഷോ എങ്ങനെ ആയാലും കൊണ്ടു നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രേക്ഷകരെ ചതിച്ചുകൊണ്ടാകരുത് എന്നുകൊണ്ട് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും